കുറച്ച് ദിവസം മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഈ അപ്പം ഉണ്ടാക്കുന്നത് കണ്ട് ഒന്ന് രണ്ട് പേരെന്നോട് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെഷർമെൻറ്റ് കറക്റ്റായിട്ടും പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത്. 2.5 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാനായിട്ട് വെക്കാം. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. അതല്ല ഡിന്നറിനാണെങ്കിൽ 4-5 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ ഇതെടുത്ത് ഞാൻ ഒരു തവണ കൂടി കഴുകി ഊറ്റി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ അപ്പല്ലേ നമുക്ക് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അത് ഞാൻ പിന്നെ കാണിക്കാം. 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം ഞാൻ ഈ പാത്രത്തിലേക്ക് അളന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അരി അരയ്ക്കാനായിട്ട് ഇതിൽ നിന്ന് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തരിയില്ലാതെ അരച്ചെടുക്കുക കേട്ടോ. നിർത്തി അരക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് മിക്സിയുടെ അകത്ത് നിന്ന് ചൂടായാൽ അപ്പത്തിൻ്റെ ഷേപ്പും ടേസ്റ്റും മാറും. ചുരുക്കി പറഞ്ഞാൽ നന്നാവൂല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് തേങ്ങ അടിക്കുന്നത് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ തേങ്ങ ഇങ്ങനെ ചേർത്ത് കൊടുത്തത് കേട്ടോ. അതല്ലെങ്കിൽ അരി അരിഞ്ഞതിന് ശേഷം തേങ്ങ ഇട്ട് ഒന്നാണ് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതല്ല എനിക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴറിയാൻ പറ്റും ബാറ്റർ ടൈറ്റ് ആണോ എന്നുള്ളത്. ഇത് നല്ല ടൈറ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പത്തിന് കട്ടി കൂടും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചത് ഈ ഒരു ബാറ്റർ ഈ ഒരു ലൂസ് ടൈപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പാണ് ആകെ ബാലൻസ് ഉള്ളത് കേട്ടോ. അതിനി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ കുറച്ചപ്പം ചുട്ട് കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു മാവിന് ചെറിയൊരു ടൈറ്റ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 5 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം കേട്ടോ. അതെ, ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം സിമ്മിലിട്ട് വേണം നമുക്ക് എണ്ണ പുരട്ടിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലെണ്ണയിലാണ് കേട്ടോ ഞാൻ അപ്പം ചുട്ടെടുക്കാറ്. വെളിച്ചെണ്ണയിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ബാറ്റർ ഒഴിച്ച ഉടനെ അപ്പം മൂടി വെക്കുക. ആ ടൈമിൽ ഞാൻ വീണ്ടും ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റും. മൂടി മാറ്റുന്നതോടുകൂടി വീണ്ടും സിമ്മിലോട്ടാക്കും കേട്ടോ. അങ്ങനെയാവുമ്പോൾ നമുക്ക് ചട്ടിയുടെ ചൂട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം. അതല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലായാൽ ചട്ടിയുടെ ചൂട് കൂടിപ്പോയാൽ അപ്പത്തിൻ്റെ കളറ് മാറും, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറും. അപ്പോൾ ഇതാണ് കേട്ടോ അപ്പം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ഇതാണ്. പിന്നല്ലേ ഈ അപ്പത്തിന് എൻ്റെ വീട്ടിൽ അപ്പം എന്നാണ് കേട്ടോ പറയാം. അപ്പം എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടും തമ്മിൽ ആകെ 1.5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂന്നുണ്ടെങ്കിലും കല്യാണം കഴിച്ച വീട്ടിലെത്തിയപ്പോൾ ഈ അപ്പത്തിൻ്റെ പേര് കലക്കി ചുട്ടപ്പായി. അതേപോലെ ഉഴുന്നുകൊണ്ടുള്ള ദോശയ്ക്കാണ് ഇവിടെ ദോശ എന്ന് പറയാം. ഇനി ഇത് അപ്പല്ലാന്നും പറഞ്ഞ് ആരും വരരുത്. ഇവിടെ ഇതിന് പറയാറ് അപ്പം എന്നാണ്. ഇനി ഇതിലേക്ക് സൈഡായിട്ട് ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ റെസിപ്പി ചോദിച്ച ആൾ എൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒന്ന് കാണിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസ് ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവരോട് ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കും.